എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോക്ക് ഷോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. ഇന്നത്തെ വീഡിയോ നമുക്ക് ഇഫ്താർ വിരുന്നിനെ കുറിച്ചുള്ള ചെറിയൊരു വീഡിയോ ആണ്. ഏതാനും ദിവസങ്ങൾ കൂടി കഴിയുമ്പോൾ ഈ നോമ്പ് പെരുന്നാൾ അവസാനിക്കുന്നു. ഈ വ്രതാനുഷ്ഠം കൊണ്ട് എന്ത് നേട്ടമാണ് ഓരോ മുസ്ലിം സഹോദരങ്ങളും കൈവരിച്ചതെന്ന് നമ്മളൊന്ന് നോക്കേണ്ടതാണ്. ഈവൻ മുസ്ലിം സഹോദരങ്ങളും ഇതിനൊന്ന് റീതിങ്ക് ചെയ്യണം. എന്താണ് ഇതിൽ നിന്നും നമുക്ക് കിട്ടിയ ബെനിഫിറ്റ്? ഈ സാധാരണ ഒരു ബെനിഫിറ്റ് പ്രധാനമായി കാണുന്നത് ഈ ഇഫ്താർ വിരുന്നിന് പല സ്നേഹിതരും പല ആൾക്കാരും ഒന്നു ചേരുക, മന്ത്രിമാർ ഇവരൊക്കെ ചേർന്ന് ഇങ്ങനെ പലരും ഇൻവൈറ്റ് ചെയ്ത് ഒരു ഫാഷനായി നടക്കുന്ന പോലൊരു തോന്നലുമുണ്ട്. എന്നാൽ ഈ ഇഫ്താർ വിരുന്നിൽ പങ്കെടുക്കുന്നവർ യഥാർത്ഥത്തിൽ മുസ്ലിം അല്ലാത്തവർ ഈ വ്രതാനുഷ്ഠാനം നടത്തുന്നുണ്ടോ? അപ്പോൾ അതിൻ്റെ ഒരു സുഖം അറിയാൻ പറ്റൂ. എനിക്കറിയില്ല, ഈ വിരുന്നൊക്കെ നടത്തുന്നവർ, അതിൽ ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്യുന്നവർ ഈ ഒരു വ്രതാനുഷ്ഠം ഒരു ദിവസത്തേക്ക് ചെയ്യാറുണ്ടോ? എനിവേ, എനിക്ക് ചുരുക്കത്തിൽ പറയാനുള്ളത് ഒന്ന് മനസ്സിലാക്കുക. കോടാനുകോടി ജനങ്ങളാണ് ഈ വ്രതം അനുഷ്ഠിക്കുന്നത്. ഇതിൽ രാവിലെ മുതൽ ഈവനിങ് ഏതാണ്ട് 6 മണി വരെ ഇവർ യാതൊന്നും കഴിയില്ല. വെള്ളം, ജലപാനം ഒന്നും നടത്താറില്ല. ഇവർക്കെന്തെങ്കിലും ജ്യൂസോ വെള്ളമോ കഴിക്കുന്നത് ആ നോമ്പ് തുറക്കുന്ന സമയത്ത് മാത്രമായിരിക്കും. അതുവരെ അവർ പ്രാർത്ഥനയും ഇതുമായിട്ട് കഴിയും. എന്നാൽ എനിക്ക് മുസ്ലിം സഹോദരങ്ങളോടും പറയാനുള്ള ഒന്ന് മാത്രം, ഈ വ്രതത്തിൽ നിന്നും നമുക്ക് ഉൾക്കൊള്ളാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഫസ്റ്റ്, ഈ വ്രതം നാളുകൾ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം സാധാരണ നിലയിൽ, നമ്മുടെ ആഹാരവും ഫുഡ് സ്റ്റഫ് എല്ലാം സാധാരണ നിലയിൽ തന്നെ നമ്മളങ്ങ് കഴിച്ചു തുടങ്ങും. അതിൽ നമ്മൾ പോയ ദിവസങ്ങളെടുത്ത വ്രതാനുഷ്ഠാനങ്ങളെക്കുറിച്ച് അത്ര ഒന്നും ശ്രദ്ധിക്കാനും പറ്റുന്നില്ല. എന്നാൽ ഇനി നിങ്ങൾ ഒന്ന് ശ്രമിച്ചു നോക്കുക. 3 നേരം ആഹാരം കഴിക്കുന്ന സമയത്ത്, ഞാൻ ഈ വ്രതം കഴിഞ്ഞാലുള്ള നാളുകളെ കുറിച്ചാണ് പറയുന്നത്, അതിനെ നിങ്ങൾ 2 നേരമായി ഒന്ന് ചുരുക്കി നോക്കുക. കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, പക്ഷേ ഇപ്പോഴ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല. കാരണം നിങ്ങൾ 1 മാസമായി അതേതാണ്ട് പ്രാക്ടീസ് ചെയ്ത് വരികയാണ്. നിങ്ങൾ അതിന് കൂടുതൽ തയ്യാറെടുപ്പൊന്നും വേണ്ട. എന്നാൽ ഇപ്പോൾ നിങ്ങൾക്ക് ചെയ്യാമെന്നുള്ളത്, ഈ 3 നേരം കഴിക്കുന്ന ആഹാരത്തിന് പകരം നിങ്ങളത് 2 നേരമാക്കുക. കഷ്ടിച്ച് ഒരു 4 മണിക്ക് ചെറിയൊരു ലൈറ്റ് ജ്യൂസോ ലൈം ജ്യൂസോ കഴിക്കുക, നിർത്തുക. മറ്റുള്ള നിങ്ങൾക്ക് രാവിലെയുള്ള ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയ്ക്കുള്ള ഫുഡ് നല്ല രീതിയിൽ കഴിക്കാം. ഇതിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന നേട്ടം ഏതാണ്ട് ഒരു 12 മണിക്കൂർ, 10 മുതൽ 12 മണിക്കൂർ നിങ്ങൾക്ക് നല്ലൊരു ഫ്രീ ടൈം കിട്ടുകയാണ്. അത് സ്റ്റമക്കിന് കൂടുതൽ ബുദ്ധിമുട്ട് ഒന്നും ഉണ്ടാകുന്നില്ല. ഈ നമ്മൾ കഴിക്കുന്ന ആഹാരം, പ്രത്യേകിച്ച് മുസ്ലിം സഹോദരങ്ങൾ ജനറലി കുറച്ച് ഹെവി ഫുഡ് കഴിക്കും. മോസ്റ്റ്ലി എന്തെങ്കിലും ചിക്കൻ, ബീഫ് എന്തെങ്കിലുമൊക്കെ ആഹാരത്തിൽ പെടുത്തും. പിന്നെ ബിരിയാണിയോ കുഴിമന്തിയോ എന്തെങ്കിലുമൊക്കെ കഴിക്കും. എങ്കിൽ തന്നെയും അത് ഒരു ഹെവി ഫുഡായിരിക്കും. പിന്നെ പൊറോട്ട, എവറിത്തിങ് ഒരു ഹെവി ഫുഡേ അവർ സാധാരണ നമ്മൾ കഴിക്കാറുള്ളൂ. അപ്പോൾ ഈ ഉസ്താദന്മാർ ഇവർക്ക് അവരറിയുന്നവരോടെങ്കിലും ചെറിയ രീതിയിൽ ഒന്ന് സൂചിപ്പിക്കാം.
നിങ്ങൾ ഇനി 3 നേരവും കഴിക്കുന്ന ആഹാരം നിങ്ങളത് 2 നേരമാക്കുക. വൈകുന്നേരം നിങ്ങൾ ഒന്നും കഴിക്കുക, ഒരു ലൈറ്റ് എന്തെങ്കിലും ഒരു ജ്യൂസോ എന്തെങ്കിലും കഴിക്കുക, ദശനം. ഇത് വേണമെങ്കിൽ വെള്ളം കുടിക്കാം. ഇതിലൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ 6 മാസത്തിനുള്ളിൽ നിങ്ങൾക്കതിൻ്റെ റിസൾട്ട് കിട്ടും. ഈ സ്റ്റമക്ക് അപ്സെറ്റ്, വോടികൾ ഗ്യാസിൻ്റെ പ്രോബ്ലം, വോടികൾ ഈ ഇൻഡൈജഷൻ, ഇതൊക്കെ ഏതാണ്ട് പ്രധാനപ്പെട്ട ഒത്തിരി അസുഖങ്ങൾ നമ്മളിൽ നിന്നും മരുന്ന് കഴിക്കാതെ തന്നെ മാറിപ്പോകും. ഉദാഹരണത്തിന് നിങ്ങളോട് ഞാൻ എൻ്റെ കാര്യം തന്നെ പറയാം. ഞാനിപ്പോൾ നീണ്ട 3-4 വർഷമായി ഞാൻ ഫുഡ് കഴിക്കുന്ന 2 നേരമേ ഉള്ളൂ. ഓൺലി 2 times, രാവിലെ ഉച്ചയ്ക്കും. വൈകുന്നേരം ഫുഡ് കഴിക്കില്ല, ഒരിക്കലും കഴിക്കില്ല. ഹെവി ഫുഡ് ഇല്ല. ആൻഡ് ആൾസോ ഞാൻ വെജിറ്റേറിയനാണ്. കഷ്ടിച്ച് ഫിഷ് മാത്രം കഴിക്കും, വെജിറ്റബിൾ ഫിഷ്. ഒരു രീതിയിലും ഈ ചിക്കൻ, മട്ടൺ, ബീഫ് ഇതൊന്നും കഴിക്കില്ല. അപ്പോൾ മുസ്ലിം സഹോദരങ്ങളോട് ഒന്ന് പറയാനുള്ളത്, നമ്മുടെ ആരോഗ്യം നല്ല രീതിയിൽ നാം നിലനിർത്തിയാൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ടി വരില്ല. ഈ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ആര് ചെന്നാലും ഹോസ്പിറ്റലിലുള്ളവർക്ക് നമ്മുടെ ശരീരം ഒരു ലാബായി മാത്രമേ അവർ കാണത്തുള്ളൂ. അതായത് പല ടെസ്റ്റിൻ്റെയും ഒരു വേദിയായി നമ്മുടെ ശരീരം അങ്ങ് മാറ്റിയെടുക്കും. അതൊരു നാച്ചുറലായിട്ടുള്ളതാണ്. നിങ്ങളെല്ലാം എവിടെ പോയിരുന്നാലും ദാറ്റ് ഈസ് ഒരു ടെൻഡൻസിയാണ്. ഇതിൽ 100% ഇതിന് നിങ്ങൾക്കൊരു അവസാനം കണ്ടെത്താൻ പറ്റും. നിങ്ങൾ ഈ ഒരു പ്രാക്ടീസ് ഇനി നോമ്പ് തീരുമ്പോൾ, പെരുന്നാൾ കഴിയുമ്പോൾ നിങ്ങൾ ഈ ആഹാരം, ഒരു നേരത്തെ ആഹാരം ഉപേക്ഷിക്കുക. 100% ഉപേക്ഷിച്ച് നിങ്ങളൊരു 6 മാസം നിങ്ങളൊന്ന് നോക്കുക, നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു, നിങ്ങൾ എന്താണ്. നിങ്ങൾ 1 വർഷം അടുത്ത നോമ്പ് വരുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ഊർജം, നിങ്ങളുടെ ബോഡികളുടെ ഒരു ശരീരത്തിൻ്റെ ഒരു ഫിറ്റ്നസ് അൺബിലീവബിളായിരിക്കും. ഒരിക്കലും ചിന്തിക്കാൻ വയ്യാത്തൊരു ലെവലായിരിക്കും. സോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ഈ ഒരു നോമ്പ് യഥാർത്ഥത്തിൽ ഈ നോമ്പ് ഇങ്ങനെ ഒരു നേരം ആക്കിയതിൻ്റെ പ്രധാന വിഷയം, ഒന്ന്, നമ്മുടെ ശരീരത്തിന് ഇത്രയും എപ്പോഴും കഴിക്കുന്ന ആഹാരത്തിന് അതിൻ്റെ ആഹാരത്തിൻ്റെ പരിമിതികളുണ്ടാക്കുക. അപ്പോൾ ശരീരത്തിന് അതിനുള്ള ബുദ്ധിമുട്ടുകൾ ഇല്ലാതാകും. രണ്ടാമതെന്ന് പറയാം, നമ്മുടെ വിശപ്പ് മറ്റുള്ളവർ അറിയട്ടെ, അതും ഓക്കെ, അതും കറക്റ്റാണ്. പക്ഷേ ഇതിൻ്റെ ശരിക്കുള്ള ഈ നോമ്പിൻ്റെ ഉദ്ദേശം നമ്മുടെ ശരീരത്തെ കൺട്രോൾ ചെയ്യുക. ആഹാരമില്ലാതെ നമുക്കെങ്ങനെ നമ്മുടെ ശരീരത്തെ നമുക്ക് ഉപയോഗപ്രദമാക്കി മാറ്റാം. നിങ്ങൾക്ക് തന്നെ അറിയാം, ഒരു നോമ്പ് തുടങ്ങുമ്പോൾ ആദ്യത്തെ ഒരാഴ്ചയൊക്കെ വളരെ ബുദ്ധിമുട്ട് തോന്നും, വളരെ പ്രയാസം, ഒരു 10 ദിവസം വരെ. അത് കഴിയുമ്പോൾ നിങ്ങൾ ഗ്രാജുവലി അത് നോർമലായി വന്ന് ഇപ്പം നിങ്ങൾക്കത് ഹാബിറ്റ്സ് ആയിപ്പോയി. അപ്പോൾ ഈ നോമ്പ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും നിങ്ങൾ പഴയതിലേക്ക് കടന്നു പോകരുത്. അത് പ്രത്യേകിച്ച് ഈ ഉസ്താദന്മാർ നിങ്ങളുടെ പ്രയർ സമയത്തൊക്കെ, ഈവൻ കുട്ടികൾ, നിങ്ങൾ ഈ പിള്ളേർ പഠിക്കാൻ വരുമ്പോൾ അവർക്ക് ഇതിനെക്കുറിച്ച് ചെറിയ രീതിയിലുള്ള ക്ലാസ്സുകൾ കൊടുക്കുക. അത് വലിയൊരു ഗുണം ചെയ്യും. നിങ്ങൾ സമൂഹത്തിന് ചെയ്യുന്ന വലിയൊരു പുണ്യകർമ്മമായി നിങ്ങൾക്ക് കാണാൻ പറ്റും. കാരണം നമ്മളുടെ ശരീരം ഒരു രോഗമുള്ള ശരീരമായി മാറരുത്. അത് നമുക്കൊരുപാട് ബുദ്ധിമുട്ട് ചെയ്യും. നമുക്ക് ശാരീരിക അസ്വസ്ഥതകളുണ്ടാകും, സാമ്പത്തിക ക്ലേശമുണ്ടാകും. നമുക്ക് നമ്മുടെ എനർജിയും നമ്മുടെ ഊർജവും എല്ലാം നമുക്ക് നഷ്ടപ്പെടും. അതിന് ഈ ആഹാരത്തിൻ്റെ വലിയൊരു പങ്കുണ്ട്. നിങ്ങൾ ആഹാരത്തെ ക്രമീകരിക്കുക. ഖുറാനിൽ നിങ്ങൾ ശരിക്ക് വായിച്ചാൽ ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. യഥാർത്ഥത്തിൽ വ്രതം കൊണ്ട് എന്തൊക്കെ നേട്ടമാണ് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള, ഇപ്പോൾ ഈ മുസ്ലിം സഹോദരങ്ങൾ നോക്കുന്നുണ്ട്, ഹിന്ദു സഹോദരങ്ങൾ നോക്കുന്നുണ്ട്, ക്രിസ്ത്യൻസ് നോക്കുന്നുണ്ട്. അപ്പോൾ ഈ ആഹാരത്തിന്
ഒരു പരിമിതി, ഒരു കൺട്രോൾ നിങ്ങൾ വച്ചാൽ തീർച്ചയായിട്ടും 100% നിങ്ങളുടെ ശരീരത്തിന് യാതൊരു അസുഖവും ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഒരിക്കലും ഡോക്ടറിൻ്റെ അടുത്ത് പോകേണ്ടി വരില്ല. ഇത് വീട്ടിൽ ആരെങ്കിലും, പ്രത്യേകിച്ച് മുതിർന്നവർ, ഏതാണ്ട് ഒരു 60-70 വയസ്സുള്ള നല്ല രീതിയിൽ ഇതിനൊന്ന് പ്രാക്ടീസ് ചെയ്യുക. പിള്ളേർക്ക് വേണ്ട, ഒരു പക്ഷേ അവർ സ്കൂളിലും കോളേജിൽ പോകുമ്പോൾ ഒരു പക്ഷേ അവർക്ക് എനർജി കൂടുതലാണ്. പക്ഷേ എങ്കിലും ഫുഡിൻ്റെ കാര്യത്തിൽ കുറച്ച് കൺട്രോൾ ചെയ്യാം. ഈ ഓയിൽ ഉള്ള, കൂടുതൽ ഓയിൽ, ഇങ്ങനെയുള്ള ഐറ്റംസ് കൂടുതൽ ഒഴിവാക്കുക. ഭക്ഷണം കഴിയുന്നത് സ്പൈസി ഫുഡ് ഒഴിവാക്കുക, കൊഴുപ്പ് ഒഴിവാക്കുക. ഇതിലൂടെയൊക്കെ നമ്മുടെ ശരീരത്തിന് നല്ല നേട്ടം ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും ഇഫ്താർ പാർട്ടിക്ക് വിളിക്കുമ്പോൾ നിങ്ങൾ അവരോട് പറയുക, നിങ്ങൾ തൽക്കാലം ഇന്നത്തേക്ക് ഒരു നേരത്തെ ആഹാരം ഒന്ന് ഉപേക്ഷിക്കുക. അവർ മനസ്സിലാക്കട്ടെ. അങ്ങനെയാണ്. ചിലപ്പോൾ ആൾക്കാരത് ചെയ്യുന്നവർ കാണും. ഇല്ലാതെ ഒരു ഇഫ്താർ പാർട്ടിക്ക് നമ്മൾ വിളിച്ച് ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്നതിന് ഒരു ഗുണവും കിട്ടാൻ പോകുന്നില്ല. അറ്റ്ലീസ്റ്റ് അവർ വിളിച്ചാലും ഇങ്ങനെ ചെറിയ കുഞ്ഞു ഒരു പ്രഭാഷണം നിങ്ങൾ നടത്തി കഴിഞ്ഞാൽ അതിൽ ഒരാളെങ്കിലും ഈ ഒരു സംവിധാനം അഡാപ്റ്റ് ചെയ്യും. ഒരാളുടെ ആരോഗ്യമെങ്കിലും കൺട്രോൾ ചെയ്യുന്ന രീതിയിൽ ഒന്ന് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. ഒരിക്കൽ കൂടി പറയുന്നു, ഈ നോമ്പ് നാൾ കഴിഞ്ഞാൽ പിന്നുള്ള ശിഷ്ടകാലം ഈ ആഹാരത്തിൽ ഒരു പരിമിതികളുണ്ടാക്കുക, നിങ്ങളുടെ ശരീരത്തെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാനും ആരോഗ്യപരമായി ജീവിക്കാനും ഇത് വളരെ ഉപകാരപ്രദമായിരിക്കും. എല്ലാവർക്കും നല്ല രീതിയിൽ ഈ നോമ്പ് പെരുന്നാൾ ആശംസിക്കുന്നു. ഈ നോമ്പ് പെരുന്നാളിനോടൊപ്പം നമ്മൾ ചെറിയ രീതിയിലുള്ള ഈ ഒരു ഫുഡിൻ്റെ കാര്യത്തിൽ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയാലും അതിനുള്ള ഗുണവും കണ്ടെത്തും. കാണാം വീണ്ടും അടുത്ത വീഡിയോ. താങ്ക് യു.